കലാമിൽ ഏറ്റവും ഖൈറായത് അള്ളാഹിൻ്റെ കലാമാണെന്നുള്ള ഹദീസ് പറയും. ഇതാർക്കും അറിയാത്തത്? ഇത് സ്വഹാബത്തിന് അറിയാത്തത്? സ്വഹാബത്തിന് തിരിഞ്ഞില്ലേ ഇത് അള്ളാഹിൻ്റെ കലാമാണ്, ഖൈറായ കലാമാണ്, ഇത് അവിടെ ഓതണം എന്നുള്ളത്? അപ്പോൾ ഇവരങ്ങോട്ട് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിന്, ഉത്തമ തലമുറക്ക് അങ്ങോട്ട് പഠിപ്പിക്കുക. ശരിക്കും നല്ല കാര്യമല്ലേ ഖുർആൻ ഓതല്ലേ, അല്ലെങ്കിൽ സ്വലാത്തല്ലേ, ദിക്റല്ലേ? ഇതാണ് എപ്പോഴും ചോദ്യം. ഇതാണ് ബിദഅത്താവുക. ഇങ്ങനെയുള്ള സാധനത്തിനാണ് ബിദഅത്ത് എന്ന് പറയാനുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവണില്ല, അതിവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇത് നല്ല സ്വലാത്താണല്ലോ, ഒരു ഖുർആൻ ഓത്താണല്ലോ, നമ്മളൊരു ഖുർആൻ ഓത്തിന് എന്ത് ഞങ്ങൾ തടുക്കാൻ പോണത്? അപ്പം ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കള്ളു കുടിക്കാന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ തിന്മ ചെയ്യണമെന്നല്ലോ ബിദഅത്ത് വരിക. മതത്തിൽ ആരാധനയായി പഠിപ്പിക്കപ്പെട്ടത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിരിക്കെ നമുക്ക് നല്ലതായി തോന്നുന്ന ഒരു ആരാധന എന്ത് ചെയ്യുക, നമ്മൾ മതത്തിൻ്റെ ഭാഗമായി. ഇതാണ് ബിദഅത്ത്. ദുർബലമായ സംഭവം. ഖബറിങ്ങ പോയി അൻസാറുകളായ സ്വഹാബികൾ ഖബറിങ്ങ പോയി ഓതാറുണ്ടായിരുന്നു. സ്വഹിയായ എവിടെയില്ല. അതെ, സ്വഹിയായ എവിടെയില്ല. പല വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ മരിച്ച വീട്ടിൽ മയ്യത്തിൻ്റെ മുമ്പിൽ ഖുർആൻ ഓതലും അതുപോലെ തന്നെ കത്തപ്പുര കെട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ അതിനൊക്കെ കുറേ കുറവുകൾ കാണാം. എങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാം, അതിന് കൂലിയുണ്ട് എന്ന് പ്രമാണമുണ്ട് എന്നൊക്കെ സുന്നി വോയിസിൽ നമ്മൾ അത് കാണാനിടയായി. എന്താണ് ശരിക്കും അതിൻ്റെ പ്രമാണം? ഒരു ബിദ്അത്ത് അഥവാ അനാചാരം അത് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വലിയ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ പ്രമാണം അതിനുണ്ട് എന്നെന്ത് ചെയ്യണം? പറഞ്ഞ് അത് ഫലിപ്പിക്കണം. അതെ, ആ ഒരു പണിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ചർച്ചയിലുള്ള വിഷയമാണ്. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം പ്രമാണം പറയുന്നത് എന്ത്? അലൈ സഖാഫി എഴുതിയ ഒരു ലേഖനമാണ് സുന്നി വോയിസിൽ. ഇത് കുറേ കളവുകളും തെറ്റിദ്ധരിപ്പിക്കലും ഉള്ളതായതുകൊണ്ടാണ് ചർച്ചയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മരണപ്പെട്ടവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ്, മുസ്ലിം ലോകത്ത് നിരാക്ഷേപം നടന്നു വന്ന സുഹൃതവുമാണ്. മതഗ്രന്ഥങ്ങളിൽ ഇതിന് ഉപോത്ബലകമായി നിരവധി ഉദ്ധരണങ്ങൾ കാണാൻ കഴിയും. 3 കളവുകൾ തന്നെയാണ്. കാരണം മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക, ആ മയ്യത്തിന് അതിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി ആ കാര്യം ചെയ്യുക എന്നുള്ളത് പുണ്യകരം അല്ല. കാരണം അത് പുണ്യമാകണമെങ്കിൽ നിയമമുണ്ട്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. വാക്കാലോ പ്രവൃത്തിയാലോ അംഗീകാരത്താലോ പഠിപ്പിക്കണം. അതില്ലാത്തൊരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുണ്യം എന്ന ഗണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എത്രയോ ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ എന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ നാം ചെയ്യാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുക. മൻ അഹദസ ഫീ അംറിനാ ഹാദാ എന്ന് വേറെ പറഞ്ഞു. പല ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അത് തള്ളിക്കളയണമെന്നാണ്. ഫഹുവ റദ്ദുൻ എന്നാണ്. പിന്നെ ലോകത്ത് നിരാക്ഷേപം നടന്നു വന്ന ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറഞ്ഞു എന്നറിയില്ല. കാരണം നിരാക്ഷേപം നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഇജ്മാ ഉണ്ടാകണം എന്നാണ്. എന്തായാലും ഈ ബിദ്അത്തിന് ഇജ്മാ ഉണ്ടാവില്ല. ഇനി ബിദ്അത്തിന് ഇജ്മാ ഉണ്ടാവും എങ്ങനെ? അത് ബിദ്അത്താന്ന് പറയാൻ ഇജ്മാ ഉണ്ടാവും. ഏത്? ഈ കാര്യം ബിദ്അത്താന്ന് പറയാൻ ഇജ്മാ ഉണ്ട്, അല്ലാതെ ബിദ്അത്തിനെ സുന്നത്താക്കാനുള്ള ഇജ്മാ ഇല്ല. പിന്നെ മൂപ്പർ പറയണത് ഉപോത്ബലമായി ഉദ്ധരണികളുണ്ട് എന്നാണ്. അതും കളവാണ്. കാരണം ഇപ്പോൾ ഇവരൊക്കെ ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകൾ ഇപ്പോൾ എന്നാണ് പറയുക. ഷാഫിഈ മദ്ഹബ് പ്രകാരം തന്നെ എന്തല്ല തെളിവില്ല. അതെടുത്താൽ പോലും തെളിവില്ല. അപ്പോൾ ഈ 3 കളവുകൾ പറഞ്ഞിട്ടാണ് ഈ വിഷയം മൂപ്പർ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തതും പഠിപ്പിക്കാത്തതും നിർദ്ദേശിക്കാത്തതുമായ ഒരു കാര്യം സ്വഹാബികൾ ചെയ്യൂലല്ലോ. അപ്പോൾ സ്വഹാബികളുടെ ചര്യ എന്ന് പറഞ്ഞിട്ട് ദുർബലമായ കുറേ സംഭവം, ദുർബലമായ സംഭവം, ഖബറിങ്ങ പോയി അൻസാറുകളായ സ്വഹാബികൾ ഖബറിങ്ങ പോയി ഓതാറുണ്ടായിരുന്നു. സ്വഹിയായ എവിടെയില്ല. അതെ, സ്വഹിയായ എവിടെയില്ല. പല ഗ്രന്ഥത്തിലും പല വാക്കിലൊക്കെ ഉണ്ടാവും. അതെല്ലാം പാടെ ഇസ്ലാം തെളിവാക്കാൻ പറ്റും. ഒരു കാര്യത്തെ തെളിവായി എടുക്കണമെങ്കിൽ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ആ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ എടുക്കാൻ പറ്റൂല. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നു പലരും ഓതിയിട്ടുണ്ട്, അവിടെ ഓതിയിട്ടുണ്ട്, ഇവിടെ ഓതിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമിൽ തെളിവല്ല. എവിടെയെങ്കിലും കുറച്ച് ആളുകൾ ഓതിയതോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഓതാൻ വേണ്ടി കൂടിയതോ എന്നല്ല ഇസ്ലാമിൻ്റെ തെളിവ്. ഇസ്ലാമിൻ്റെ തെളിവ് ഖുർആനും സുന്നത്തും നിർദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഇജ്മാ വേണം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകണം. പിന്നെ പൂർവികരുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കുറേ സൂഫി പണ്ഡിതന്മാരെയും ഒക്കെ കൊടുക്കുന്നു. അതിൽ ഇമാം ഷാഫിയെ പ്രത്യേകം, ഇമാം ഷാഫി റഹിമഹുള്ളയെ പ്രത്യേകം എടുത്തു കൊടുക്കുന്നു. അതേപോലെ ഇമാം നവവി റഹിമഹുള്ളയെ എടുത്തു കൊടുക്കുന്നു. ഏതായിരുന്നാലും ഷാഫി മദ്ഹബിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണെന്നുള്ളത് ആർക്ക് നോക്കിയാലും മനസ്സിലാവും. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൃത്യമായി അറിയുന്ന അല്ലെങ്കിൽ അതുള്ള ആ ഗ്രന്ഥങ്ങൾ എടുത്ത് പരതിയാൽ മനസ്സിലാകുമല്ലോ. ഷാഫി മദ്ഹബിൽ പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്.
അതിലേറ്റവും പ്രബലമായ അഭിപ്രായം എന്ത് എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രബല അഭിപ്രായമാണ് നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഷാഫിഹി മദ്ഹബിൽപ്പെട്ട മുഫസ്സിറാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹം വൽ ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്ന ആയത്ത്, അഥവാ ഒരാൾക്ക് അയാൾ ചെയ്തതേ ഉണ്ടാകൂ എന്ന് പഠിപ്പിക്കുന്ന ആയത്ത്, ഈ ആയത്തിനെ വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ അടിവരയിട്ട് അമർത്തി വായിക്കേണ്ട സംഗതിയാണ്. പലപ്പോഴും നമ്മൾ സമൂഹത്തിന് വായിച്ചു കൊടുത്തിട്ടുള്ള വിഷയമാണ്. വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ഷാഫിഈ റഹിമഹുല്ലാ വമനിത്തബഅഹു, ഇമാം ഷാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തെ പിൻപറ്റിയവരും തെളിവെടുത്തു എന്നാണ് പറയണത്. ഇമാം ഷാഫിനോട് പ്രത്യേകം എടുത്ത് ആരാ പറയണേ? ഈ ഇപ്പോഴുള്ള സഖാഫിമാരും മുസ്ലിയാക്കന്മാരും എന്നല്ല, ഇബ്നു കസീർ റഹിമഹുല്ല പറയണത്. ആ മദ്ഹബിൽ അറിയപ്പെട്ട മുഫസ്സിറാണ്. എന്നിട്ട് പറയാണ് എന്ത്? അന്നൽ ഖിറാഅത്ത ലാ യസിലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗതാ, ഖുർആൻ ഓതിയിട്ട് മരിച്ചവർക്ക് പാർസലാക്കിയാൽ എത്തൂല. ലി അന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരെ അമലിപ്പെട്ടതല്ല. എത്ര വ്യക്തമാണ്, അവരെ സമ്പാദ്യം അവരെ അമലോ അല്ല. വലിഹാദ, അതുകൊണ്ടാണ് ലം യന്ദുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് ചര്യയാക്കിയിട്ടില്ല. വല ഹസവും അലൈഹി, പ്രേരിപ്പിച്ചിട്ടുമില്ല. പിന്നെ വല അർഷദവും, നിർദ്ദേശം കൊടുത്തിട്ടില്ല. ബിനസ്സിൻ വല ഇമായി, തെളിവ് കൊണ്ടുമില്ല. എന്തെങ്കിലും ഒരു സൂചന അത് വേണമെങ്കിൽ ചെയ്തോളി, കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെയോ പിന്നെ വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇത് ഖൈറാണെങ്കിൽ, ഇപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി എന്താ ഓതിലറിയോ? ഖൈറുൽ കലാം, കലാമിൽ ഏറ്റവും ഖൈറായത് അള്ളാഹിൻ്റെ കലാമാണെന്നുള്ള ഹദീസ് പറയും. ഇതാർക്കും അറിയാത്തത്? ഇത് സ്വഹാബത്തിന് അറിയാത്തത്? സ്വഹാബത്തിന് തിരിഞ്ഞില്ലേ ഇത് അള്ളാഹിൻ്റെ കലാമാണ്, ഖൈറായ കലാമാണ്, ഇത് അവിടെ ഓതണം എന്നുള്ളത്? അപ്പോൾ ഇവരങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിന് അങ്ങ് ഉത്തമ തലമുറക്ക് അങ്ങോട്ട് പഠിപ്പിക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഇനി പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം തരും, വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏത് കാര്യമാണെങ്കിൽ അത് നസ്സ് വേണം, തെളിവ് വേണം. വലാ യുതസറഫു ഫീഹി ബി അൻവായിൽ അഖീസത്തി വൽ ആറാ, ഏതെങ്കിലും വിഷയത്തിൽ വന്ന ഹദീസ് എടുത്തിട്ട് ഖിയാസാക്കാനും പറ്റൂല, കുറേ അഭിപ്രായങ്ങൾ വാരി കൂട്ടിക്കാണ്ട് തെളിവാക്കാനും പറ്റൂല. നിരാക്ഷേപം അംഗീകരിച്ചു ഈ പണിയാണ് ഇവിടെ അലവി സഖാഫി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇടങ്ങേറായി വിയർത്തുകാണ്ട് ഒരു ബിദഅത്തിനെ സുന്നത്താക്കേണ്ട ആവശ്യമില്ല. ഇനി ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച എവിടെ കൊണ്ടുവരുന്നുണ്ട്? സ്വഹീഹ് മുസ്ലിമിൻ്റെ ശറയിൽ കൊണ്ടുവരാൻ. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വെച്ചാൽ വ അമ്മാ ഖിറാഅത്തുൽ ഖുർആൻ മഷ്ഹൂർ മിൻ മദ്ഹബി ഷാഫി, ഷാഫിഹി മദ്ഹബിലെ പ്രബല അഭിപ്രായം അന്നഹു ലാ യസിലു സവാബുഹാ ഇലൽ മയ്യിത്ത്, മയ്യിത്തിക്ക് എത്തൂല. അപ്പോൾ ഇത് വ്യക്തമായിരിക്കെ ഇനി ഇങ്ങനെ ആളുകളെ കണ്ണി പൊടിട്ടുങ്ങാണ്ട് ഈ ബിദഅത്തിനെ സുന്നത്താക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലക്ക് വേണ്ടി ഓതി എന്ന് പറഞ്ഞ് ഒരു 2 വരിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത കാര്യം തന്നെയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ വഫാത്തായതിനു ശേഷം കുറേ ആളുകൾ വന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാ സംഭവം പറയുന്നുണ്ട്. കുറേ ആളുകൾ വന്നപ്പോൾ വന്നവരെ കൂട്ടത്തിൽ ആരൊക്കെയോ ഖറഉ അൽ ഖുർആൻ, അവർ ഖുർആൻ ഓതിയെന്ന്. ഈ കുറേ നാടന്മാർ അല്ലെങ്കിൽ അവാമുകൾ വന്നിട്ട് ഖുർആൻ ഓതിയത് ഈ ബിദഅത്തിനെ സ്ഥാപിക്കാൻ തെളിവാക്കേണ്ട ഗതികേട് അവർക്കുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാമിനോട് ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ, അത് ഷറ ആണോ അല്ലേന്ന്. അദ്ദേഹം പറയേണ്ടത് ഷറ അല്ല, ഒരു തെളിവുമില്ല, അങ്ങനെ കിട്ടൂല. ഏതൊക്കെ കാര്യമാണ് മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതിലിത് പെടൂല. ഇങ്ങനെ മറുപടി കൊടുത്ത ആളാണ് ആര്? അതെ, ഈ ഇബ്നു കസീർ റഹിമഹുല്ലാന്റെ ഉദ്ധരണി ഞാൻ വായിച്ചത്. ഇബ്നു കസീർ റഹിമഹുല്ല നേരിട്ട് കണ്ട ആളാണത്. ഈ ആൾക്കാർ വന്നിങ്ങനെ ഓതി പോണത്. ആ ഇബ്നു കസീർ റഹിമഹുല്ല ഇത്ര പറഞ്ഞിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇബ്നു കസീർ റഹിമഹുല്ല അംഗീകരിച്ചിട്ടില്ലെന്നല്ലേ? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകാണ്ട് ഈ ബിദഅത്തിനെ സുന്നത്താക്കാനും അതിന് കൂലിയും പൈസയൊക്കെ വാങ്ങി ഇങ്ങനെ അടക്കാനുള്ളൊരു ശ്രമമാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇവരെക്കാൾ മുമ്പിൽ ആ കാര്യം ഭംഗിയായി ചെയ്യാൻ അഹ്ലുസുന്നയുടെ വക്താക്കൾ ഒരു കാര്യത്തിൽ ഇബ്നു തൈമിയയെ സ്വീകരിക്കാത്ത ആളുകളാണ്. അതെ അതെ, ഇങ്ങനെ എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമോ നോക്കും എല്ലാ വിഷയത്തിലും. ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇപ്പോൾ പ്രമാണങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്ത കാര്യം പ്രമാണങ്ങൾ യോജിച്ചു വന്നില്ലെങ്കിൽ നമ്മളും സ്വീകരിക്കില്ല, ഇബ്നു തൈമിയ ഓലും സ്വീകരിക്കണില്ല. പിന്നെ എന്തിനാണ് ഒരു ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തത്? പല വിഷയങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ബിദഅത്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ബിദഅത്തുകളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ആകർഷിച്ചാവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഭയങ്കര പ്രചാരമാണല്ലോ, അതൊന്നും പറയേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഈ ബിദഅത്ത് എന്താണ് ഈ ബിദഅത്ത്?
ബിദഅത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആളുകൾ എപ്പോഴും ചോദിക്കുന്നത് വെച്ചാൽ ഇത് നല്ല കാര്യമല്ലേ, ഖുർആൻ ഓതല്ലേ, അല്ലെങ്കിൽ സ്വലാത്തല്ലേ, ദിക്റല്ലേ, ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇതാണ് ബിദഅത്ത് ആവുക, ഇങ്ങനെയുള്ള സാധനത്തിനാണ് ബിദഅത്ത് എന്ന് പറയാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണില്ല, അതിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ ചോദ്യം വരുന്നത്, ഇത് നല്ല സ്വലാത്താണല്ലോ, ഒരു ഖുർആൻ ഓത്താണല്ലോ, നമ്മളൊരു ഖുർആൻ ഓതിന് എന്ത് ഞങ്ങൾ തടുക്കാൻ പോണത്? അപ്പോൾ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? കള്ളു കുടിക്കാന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ തിന്മ ചെയ്യണമെന്നല്ലോ ബിദഅത്ത് വരിക. മതത്തിൽ ആരാധനയായി പഠിപ്പിക്കപ്പെട്ടത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിരിക്കെ നമുക്ക് നല്ലതായി തോന്നുന്ന ഒരു ആരാധന എന്ത് ചെയ്യുക, നമ്മൾ മതത്തിൻ്റെ ഭാഗമായി ഇതാണ് ബിദഅത്ത്. അപ്പോൾ പ്രവാചകൻ 5 വക്ത് നിസ്കാരം പഠിപ്പിച്ചു. അപ്പോൾ 6ാമത്തെ വക്ത് ഉണ്ടാക്കലാണ് ബിദഅത്ത്. അപ്പോൾ ഇത് നിസ്കാരമല്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, അതിനാണ് ബിദഅത്ത് എന്ന് പറയുക. ബിദഅത്ത് എന്ന കാര്യം ഇസ്ലാമിൽ തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ, അത് തള്ളപ്പെടേണ്ടതാണെങ്കിൽ ഇവർ ബിദഅത്ത് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഹൗദുൽ കൗസറിന് വെള്ളം കൊടുക്കേണ്ടതില്ല നബിയെ എന്ന് പ്രവാചകനോട് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഗൗരവപ്പെട്ട തെറ്റാണ്. അപ്പോൾ ഇനി ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല, കാരണം ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, അതിൻ്റെ സ്വഭാവം അതാണ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആകർഷകരാകുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഖുർആൻ ഓത്ത് കേൾക്കുന്നു, അല്ലെങ്കിൽ മരിച്ച സ്ഥലങ്ങളാകുമ്പോൾ അതിനൊരു അതിലിതുണ്ടാവും, എന്താ പറയുക, ഒരു അലിവുള്ള സ്ഥലത്തേക്ക് മരണപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ബിദഅത്തുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആളുകൾ സ്വീകരിക്കും. അതിൽ മരിച്ചു പോയല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ആ മനുഷ്യന് ചിലപ്പോൾ കുറേ നന്മകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ മരിച്ചുപോയ വ്യക്തിയാണെങ്കിൽ കുറച്ച് ഖുർആൻ ഓതിയിട്ടോ ദിക്ർ ചൊല്ലിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, രക്ഷപ്പെടുത്താലോ എന്ന് വിചാരിച്ച ആളുകൾ ആ സമയത്ത് ഒന്നും നോക്കാതെ പണം ചിലവഴിക്കും. അവിടെ ദിക്റാലൊക്കെ നടത്തും, കുറേ ഖുർആൻ ഓതാൻ ആൾക്കാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത് ശരിയാണോ തെറ്റാണോ എന്നുപോലും ചിന്തിക്കണില്ല. അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ ആ കാലത്തൊക്കെ ഇതേപോലെ മൃതശരീരങ്ങൾ മയ്യത്തുകൾ കൊണ്ടുപോയി കവറടക്കിയിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്തു, എന്താണ് ശരിയായ ദീന് എന്ന് നോക്കാതെ കുറേ ആളുകൾ എന്ത് ചെയ്യാണ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മുസ്ലൈ പറഞ്ഞതുപോലെ ബിദഅത്ത് എന്ന് പറഞ്ഞ കാര്യത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബകളിലും പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ, ഖൈറുൽ കലാമി കലാമുള്ള, ഏറ്റവും നല്ല കലാം അള്ളാഹുവിൻ്റെ കലാമാണ്. ഖൈറുൽ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗ്ഗം ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പാത അത് പ്രവാചകൻ്റെ പാത. അതിലാണ് മാതൃകയുള്ളത്. നബി എന്ത് ചെയ്തോ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്, നബി എന്ത് വിലക്കിയോ അതാണ് നമുക്ക് ഒഴിവാക്കാനുള്ളത്. അത് പിന്നെ നബി ചെയ്തിട്ടില്ലല്ലോ, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നബി കയറി സ്വർഗ്ഗത്തിൽ നമ്മൾ പോകാനുള്ളത്, നബിയും സ്വഹാബത്തും പോയ സ്വർഗ്ഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നബിയാണ് നമ്മുടെ മാതൃക എല്ലാ കാര്യത്തിലും. അപ്പോൾ നബീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളിനി എല്ലാ രാത്രിയും ഉറങ്ങണില്ല, നിസ്കരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളിനി ഒരാൾ വിവാഹം കഴിക്കണില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും നോമ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളോട് ഭയങ്കര ഉഷാറായിട്ടോ എന്ന് പറഞ്ഞ് നബി അവരെ പ്രോത്സാഹിപ്പിച്ച് വിടല്ല ചെയ്യണത്. എൻ്റെ പാതയാണ് നിങ്ങൾക്ക് മാതൃക, ഞാൻ ചെയ്താൽ മതി, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാനെ പേടിക്കുന്നത്, എനിക്കാണ് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കണം. എന്താ വെച്ചാൽ ആ ചെയ്യുന്ന പണി ബിദഅത്താണ്, അല്ലെങ്കിൽ ദീനിൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്, അതുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ അതിൽ ആരാധനകൾ കൃത്യമാണ്, അതിലെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്. ഞങ്ങളൊരു പക്ഷി പാറുന്നത് കണ്ടാൽ, സ്വഹാബത്ത് വേണം, ഒരു പക്ഷി പാറുന്നത് കണ്ടാൽ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞുതരും, അല്ല ഞങ്ങൾക്ക് പറയില്ല. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ബാത്റൂമിൽ ഇരിക്കുന്നത് പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രാജാവ് എങ്ങനെ പ്രവർത്തിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഒരു മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിൽ പുലർത്താവുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കെ ഇങ്ങനെ കുറേ നന്മകൾ പറയാതെ വിട്ടേച്ച് പോകുക, നമുക്ക് തോന്നിപ്പോകും ഇവരെ ബിദഅത്തുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 2-3 മതം ഉണ്ടാക്കാൻ മാത്രമുള്ള ബിദഅത്തുകൾ ചെയ്യേണ്ട അത്രയും ദിക്റുകൾ, അത്രയും ആരാധനകൾ, ഖബറുമായി ബന്ധപ്പെട്ട് കുട്ടി ജനിച്ചാൽ മരിച്ചാൽ ഇങ്ങനെ തുടങ്ങി അവരുടെ അത്രയും ആരാധനകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാമിൽ 2 ആഘോഷമുള്ളൂ, ഇവരെ സംബന്ധിച്ചിടത്തോളം പല ആഘോഷമാണ്. ഇപ്പോൾ നബിദിൻ്റെ ഒരു ആഘോഷമാണ്. ഇസ്ലാമിൽ കുറേ നോമ്പുകളുണ്ട്, സുന്നത്തായ കുറേ നോമ്പുകളുണ്ട്, അതിന് പുറമെ കുറേ നോമ്പുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു രസം ശൈത്താൻ കാണിച്ചു കൊടുക്കും. കാരണം ശൈത്താൻ്റെ ആവശ്യം എന്താ, സുന്നത്ത് ചെയ്യരുത്, ബിദഅത്ത് ചെയ്യണം, തെറ്റിലേക്ക് പോകണം എന്നാണല്ലോ. അപ്പോൾ കുറച്ച് ഇഖ്ലാസുള്ള മനുഷ്യന്മാർക്ക് ഈ ബിദഅത്തെ രസാക്കി കൊടുക്കും. കാരണം സുന്നത്ത് മാർഗ്ഗം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് നോമ്പ് നോക്കാൻ ആരും ഉണ്ടാവില്ല. എന്നൊരു ബിദഅത്തായി നോമ്പാണെങ്കിൽ അന്ന് ഭയങ്കര ആവേശം, ആളുകൾ നോമ്പ് നോൽക്കലും അതിന് വലുതും. ഇപ്പോൾ 2 പെരുന്നാളാണെങ്കിൽ വലിയ അതൊന്നും ഉണ്ടാവില്ല, അന്ന് 2 പടക്കം പൊട്ടിച്ച പരിപാടി തീർക്കും. എന്നാൽ നബിദിനത്തിൽ ആരും പടക്കം പൊട്ടിച്ചെടുക്കണോ, എന്താ അത് ഭയങ്കര ഭവ്യതയോട് കൂടി ഭയങ്കര ആവേശത്തിൽ രാവിലെ എണീറ്റ് സുബൈക്ക് അന്ന് ജമാഅത്തിന് പള്ളി ഫുള്ളേക്കണം. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് പോലും പള്ളിയിൽ പോകാത്ത മനുഷ്യന്മാർ അന്ന് പള്ളിയിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, സുബൈക്ക് അന്ന് ഒരു കുറച്ചുകൂടെ ഭക്ഷണം കിട്ടും, മൗലൂദും റാത്തിയും ഒക്കെ എന്തൊക്കെയോ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒരു തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ആ ബിദഅത്തിൽ രസം കൊടുക്കുന്ന ആളുകൾക്ക് ശൈത്താൻ എന്ത് ചെയ്യാണ്, ഒരു രസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സുന്നത്തിൽ നിന്ന് ആളുകൾ അകറ്റാൻ ശൈത്താൻ വെക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണ് ബിദഅത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരൊക്കെ അയക്ക് വരും, അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, കുറേ തിന്മകൾ കാണിച്ചു കൊടുത്ത് അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ ശൈത്താൻ മനുഷ്യന്മാരെ പിന്നോട്ട് വലിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല കാരണമാണ് ഇത്. അപ്പോൾ മതം ഫുള്ളാണ്, മതം പൂർണ്ണമായി പഠിപ്പിച്ചതാണ്, അതിലേക്ക് ഇനി ഒരു പുതിയ കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും പരിപൂർണമായി നമ്മൾ മടങ്ങുക,
നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ പ്രൂഫ് പോയിൻ്റ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത വ്യാഴാഴ്ച നമുക്ക് മറ്റൊരു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.